തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യമാണ് വായിച്ചത്. അതിലെ ആദ്യ പദം ഒടുവിൽ. അപ്പൊ ഈ രാവിലെ ഒരല്പ മിനിറ്റുകൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു ചെറിയ ചിന്ത, ഒടുവിൽ എന്തൊക്കെ ചെയ്യണം. ഈ ആദ്യത്തെ സെക്ഷന്റെ സഭായകത്തിന്റെ ഒടുവിലേക്ക് വരിക. വ്യക്തികളോടുള്ള ബന്ധത്തിൽ പഠിച്ചാൽ ജീവിതത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തോട്ട് വരിക. അപ്പോൾ ജീവിതത്തിന്റെ ഒടുവിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. ഈ ലോകം അതിന്റെ ഒടുവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. സഭ എടുക്കപ്പെടാറായി അതിന്റെ ഒടുവിലത്തെ രംഗങ്ങളിലേക്ക് വരിക. അപ്പൊ എല്ലാത്തിന്റെ ഒടുവിലോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ രാവിലെ ചിന്തിക്കാൻ പോകുന്ന ഒരു ചെറിയ എന്താ, ഒടുവിൽ എന്തൊക്കെ ചെയ്യണം. ഇവിടെ ധന്യനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളോട് പറയാ, നിങ്ങൾ ഒടുവിൽ എന്തോ ചെയ്യണം. അവിടെ പകത്ത് പ്രസംഗിക്കേണ്ട ഭാഗമാ, എങ്കിലും രാവിലെ എടുത്ത വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒടുവിൽ നിങ്ങളെ എങ്ങനെ നടക്കണം അവിടെ കൊടുത്തിരിക്കുന്ന പ്രയോഗമാണ്. 1-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന്. നിങ്ങൾ എങ്ങനെ നടക്കണം, ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണം എന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞല്ലോ. നിങ്ങൾ എങ്ങനെയാ നടക്കേണ്ടെന്ന്. നിങ്ങൾ രക്ഷയിൽ വന്നപ്പോൾ, ഈ മാർഗത്തിൽ വന്നപ്പോൾ, സത്യസുവിശേഷം അറിഞ്ഞപ്പോൾ, കൃപയിൽ വന്നപ്പോൾ, ദൈവദാസന്മാരാകുന്ന ഞങ്ങൾ ദൈവകൃപയിൽ ശരണപ്പെട്ട് രക്ഷിക്കപ്പെട്ടു വന്ന തെസ്സലോനിക്കയിലെ നിങ്ങളോട് എങ്ങനെ നടക്കണമെന്ന് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചായിരുന്നല്ലോ. ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ, ഞങ്ങൾ പറഞ്ഞതുപോലെ, ഞങ്ങൾ കേട്ട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന്. അപ്പൊ നിങ്ങള് ഞങ്ങളോട് കേട്ടതുപോലെ വേണം നടക്കാൻ. അപ്പോൾ നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് ഒടുവിൽ എങ്ങനെ നടക്കണം. സ്തോത്രം. എങ്ങനെ നടക്കണം. നമുക്കറിയാം തെസ്സലോനിക്കർക്ക് പൗലോസ് 2 ലേഖനം എഴുതി. 1-ഉം 2 ലേഖനം. 2 ലേഖനം തെസ്സലോനിക്കർക്ക് എഴുതി. ഈ 2 ലേഖനത്തിൽ 2 വിഷയം 2 പേര് പ്രത്യക്ഷപ്പെടുന്നു. ആ 2 പേര്, ഒരാള് യേശു ക്രിസ്തു, രണ്ടാമത്തെ ആള് എതിർ ക്രിസ്തു. അതാണ് 2 ലേഖനത്തിലെ വിഷയം. 2 പ്രത്യക്ഷത. 1-ാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. നമ്മൾ 1-ാം ലേഖനം വായിച്ചുകൊണ്ട് 2-ാം ലേഖനം തൊടുന്നില്ല. 1-ാം ലേഖനത്തിൽ 5 അധ്യായമുണ്ട്. 5 അധ്യായത്തിലും ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് പൗലോസ് തെളിയിച്ചു. 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യം, 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടുള്ള വേദവാക്യങ്ങൾ, 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. വായിക്കാമെങ്കിൽ ക്രമത്തിൽ ഉറക്കെ വായിച്ച് സഹായിച്ചാട്ടെ. 1-ാം അധ്യായത്തിന്റെ 9-10. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് നിങ്ങൾ കാത്തിരിക്കുന്ന അല്ലയോ. കാത്തിരിപ്പാനും എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വരും, നമ്മൾ കാത്തിരിക്കുക. ആമേൻ. നോട്ടോ ഇരിപ്പം കണ്ടാലൊന്നും തോന്നുന്നില്ല. സ്തോത്രം. എന്നാലും 6:30 വന്നിരുന്ന് തരുന്നല്ലോ, വലിയ കാര്യം. സ്തോത്രം. കാത്തിരിക്കുന്ന തൻ ശുദ്ധിമാന്മാർ ഗണം കാകളം കേൾക്കുമ്പോൾ വാനിൽ പോകും. കാത്തിരിക്കുന്ന തൻ ശുദ്ധിമാന്മാർ ഗണം കാകളം കേൾക്കുമ്പോൾ വാനിൽ പോകും. യേശു കർത്താവിന്റെ പൊന്മുഖം കാണുമ്പോൾ എത്രയോ സന്തോഷ സോദരരേ. യേശു കർത്താവിന്റെ പൊന്മുഖം കാണുമ്പോൾ എത്രയോ സന്തോഷ സോദരരേ. ഹല്ലേലൂയ ജയ, ഹല്ലേലൂയ ജയ, ഹല്ലേലൂയ അന്നു തീർന്നു പോ
നോക്കി നോക്കി നിന്ന് അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ നോക്കി നോക്കി നിന്ന് അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ വരവിനായിട്ട് നമ്മൾ കാത്തിരിക്കുക. ക്ഷീണിക്കരുത്. പണ്ട് നമ്മുടെ കുഞ്ഞാപ്പിച്ചായനും താന്നിമൂട്ടിലെ നമ്മുടെ പാപ്പച്ചായൻ്റെ ഭാര്യയുടെ വീടാണ് കുഴിമണ്ണിൽ. അപ്പം പണ്ട് എന്നോട് പാപ്പച്ചായൻ പറഞ്ഞതാ, രണ്ടുപേരുടെ വെട്ടിയാറ് ഒരു ശുശ്രൂഷയ്ക്ക് പോയി. കുഞ്ഞാപ്പിച്ചായൻ കറങ്ങച്ചാല സെൻട്രൽ പാസ്റ്റർ ടി എ ചെറിയാച്ചായൻ, കുഞ്ഞാപ്പിച്ചായൻ, പാപ്പച്ചായൻ. അന്ന് പാപ്പച്ചായൻ നല്ല ചില്ലി, ഇന്നും പാപ്പച്ചായൻ ചില്ലിയില്ല, ഇപ്പൊ ചെറിയ സ്ട്രോക്ക് വന്നതിന്റെ ക്ഷീണമുണ്ടെന്നേ ഉള്ളൂ. എന്നാലും സ്തോത്രം. അപ്പൊ രണ്ടുപേരുടെ വെട്ടിയാറ് IPC ശുശ്രൂഷയ്ക്ക് കുഞ്ഞാപ്പിച്ചായന്റെ സഹായിയായിട്ട് പോയി. അന്നൊക്കെ ഏറ്റ് പറയുമല്ലോ, അന്നൊക്കെ മൈക്കില്ല, അപ്പൊ ഏറ്റ് പറയണം. അപ്പൊ ഒരാശ്വാസവും ശബ്ദവും രണ്ടുപേർക്കും നല്ല ശബ്ദമാണ്. അപ്പൊ കുഞ്ഞാപ്പിച്ചായൻ പ്രസംഗിക്കുന്നതിനിടെ ചാടും. നല്ല പവർ വരുമ്പോ അവിടെ ഇങ്ങോട്ടാണ്, അപ്പൊ പാപ്പച്ചൻ അങ്ങോട്ട് ചാടിക്കണം. ഇങ്ങനെ കുഞ്ഞാപ്പച്ചൻ നല്ല നെല്ലിക്കാച്ചാക്കൻ്റെ കുത്തടിച്ചത് പോലെ. കാരണം സാറപ്പച്ചന്റെ കൂടെ 20 കൊല്ലം നടന്ന ആളാ. മൺമറഞ്ഞു പോയ കർത്താവിൽ പ്രസിദ്ധനായ കെ എബ്രഹാം അവർകൾ സാറപ്പച്ചന്റെ കൂടെ 20 കൊല്ലം കുഞ്ഞാപ്പിച്ചാൻ നടന്നതാണ്. അതായി പഴയ ആൾക്കാരുടെ ഗുണം. ഇത് ബൈബിൾ സ്കൂളിൽ നടക്കുന്നതിന് മുന്നേ സെൻട്രൽ പാസ്റ്റർ ആകുക, എക്കും ബുക്കും അറിയാനും മേല. അപ്പൊ അത് പണ്ടെടുത്തിന് അപ്പോൾ എടുത്ത് ചോദിച്ചു, ഇനി എന്നാ ചെയ്യണമെന്ന്. മുറുക്കാനാന്നോ തിന്നാനാന്നോ പണ്ടെടുത്ത മുക്കി, അവനും അങ്ങ് മുങ്ങി. സ്നാനപ്പെടുത്തിയതാ, രണ്ടുപേരോട് അങ്ങ് മുങ്ങി. ഞാനും കരയ്ക്ക് നിൽപ്പുണ്ട്. മുങ്ങി പൊങ്ങി നോക്കി നിൽക്കുക, വെള്ളവും കുടിച്ച് ഇനി എന്നാ പറയണമെന്നും കണ്ട. അതെ നമ്മുടെ വിഷയാൽ. അപ്പൊ ഈ രണ്ടുപേരൂടെ ശുശ്രൂഷിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല പവറാ. അപ്പം മണിക്കൂറുകൾ പ്രസംഗിക്കുക. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞാപ്പിച്ചായൻ പാപ്പത്തിനോട് ചോദിക്കും, പാപ്പച്ചാ ക്ഷീണിക്കുന്നുണ്ടോ? ക്ഷീണിച്ചോ? പാപ്പച്ച പറഞ്ഞു, അതാ ഞാൻ നിങ്ങളോട് ചോദിക്കുക, ക്ഷീണിച്ചോ? അല്ല ഇരിപ്പ് കണ്ടിട്ട്, ജോർജാ ക്ഷീണിച്ചോ? ഇല്ല. നമ്മൾ കർത്താവിന്റെ വരവനായി നോക്കി കാത്തിരിക്കുക. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്ന് ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നെന്ന്. അങ്ങ് ഞാൻ താല്പര്യമില്ല യേശു വരുന്നത്. പിന്നെ ഒരു സന്തോഷമില്ല. യേശു വരും സ്വർഗത്തിൽ. സ്തോത്രം. അപ്പൊ ശ്രദ്ധിച്ചേ, 1-ാം അധ്യായത്തിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. 2:19 നമ്മുടെ കർത്താവായ യേശുവിന് മുൻപാകെ അവന്റെ പ്രത്യക്ഷതയിൽ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന് മുൻപാകെ അവന്റെ പ്രത്യക്ഷത, അവിടെയും പ്രത്യക്ഷപ്പെടുമെന്നാണല്ലോ പദം. ഇനി 3:13 ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത അവിടെയും പ്രത്യക്ഷപ്പെടുമെന്നുള്ള പ്രയോഗമാണ്. ഇനി 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ട് പരിചിതമായ വാക്യമാണ്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ അവിടെയും പ്രത്യക്ഷപ്പെടുമെന്നുള്ള പ്രയോഗമാണ്. ഇനി 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം മനപാഠമാണല്ലോ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അവിടെ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. സ്തോത്രം. രാജനേജു വന്നിടും, നീ ഒരുങ്ങിയിട്ടുണ്ടോ? രാജനേജു വന്നിടും, നീ ഒരുങ്ങിയിട്ടുണ്ടോ?
നാളുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ? നാളുതോറും നീ അവന്റെ ആകുന്നുണ്ടോ? പ്രിയ സോദരാ, നിനക്ക് വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്കയും നീ വഹിക്കുന്നുണ്ടോ? പ്രിയ സോദരാ, നിനക്ക് വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്കയും നീ വഹിക്കുന്നുണ്ടോ? പ്രത്യാശയോടിതാ ഭക്തരു നേരുന്ന് വന്നുദിക്കും ഓർക്കുന്തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരും ഓ വന്നുദിക്കും ഓർക്കുന്തോറും രമ്യം. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും. അതാ നമ്മുടെ പ്രതീക്ഷ, അതാ നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയും പ്രതീക്ഷയും ഉള്ളത് കൊണ്ട് ഈ കഷ്ടങ്ങളും രോഗങ്ങളും പ്രതികൂലങ്ങളെല്ലാം വന്നിട്ട് നല്ല താണ്ടകടത്തോടെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ ഭാഷ പറഞ്ഞ ഭാഗ്യകരമായ പ്രത്യാശ. സ്തോത്രം. മഹാപ്രതിഫലമുള്ള പ്രത്യാശ. സ്തോത്രം. ജീവനുള്ള പ്രത്യാശ. ഇത് വേറെ ആർക്കുമില്ല. ഇത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് വേർപാട് പാലിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് അടിസ്ഥാന ഉപദേശങ്ങൾ അനുസരിച്ച് ദിനേന മാനസാന്തരപ്പെട്ട് ഒരുക്കത്തോടെ നിൽക്കുന്നവർക്ക് മാത്രമേ ഈ പ്രത്യാശയുള്ളൂ. അല്ലാതെ എല്ലാവർക്കും ഒന്നുമില്ല. സ്തോത്രം. അപ്പോൾ ഈ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം ആ 4-ാം അധ്യായത്തിൽ പറയാ, ഒടുവിൽ നിങ്ങൾ എങ്ങനെ നടക്കണം? ഞങ്ങളോട് കേട്ടതുപോലെ തന്നെ നിങ്ങൾ നടക്കേണ്ടത്. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ഈ തെസ്സലോനിക്കർ എങ്ങനെയാ നടന്നത്? എങ്ങനെ ഇവർ നടന്നത്? ഇവരുടെ ആത്മീക നടപ്പ് എങ്ങനെയായിരുന്നു ആരംഭ സമയത്ത്? യുക്തിക്ക് മറുപടി പറഞ്ഞ എങ്ങനെ നടന്നു ചോദിച്ചാൽ കാലുകൊണ്ട് നടന്നു. ഞാൻ ആ നടപ്പല്ല ഉദ്ദേശിച്ചത്. ആത്മീക ജീവിതത്തിൽ ഇവരെങ്ങനെ നടന്നു? ഒടുവിൽ നിങ്ങൾ എങ്ങനെ നടക്കണം? ഈ തെസ്സലോനിക്കരെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, പൗലോസിന്റെ 2ാമത്തെ മിഷനറി യാത്രയിൽ ഈ സഭ ഉടലെടുത്തു. തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളിൽ സിംഹഭാഗവും ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് ഈ മാർഗത്തിൽ വന്നവരാ. എന്ന് പറഞ്ഞാൽ യഹൂദന്മാരിൽ നിന്ന് വന്നവർ വിരളമാണ്. യഹൂദനൊഴികെ ബാക്കി മുഴുവൻ ജാതിയാന്നല്ലോ. പിന്നെ പുതിയ നിയമത്തിന്റെ ഉപദേശത്തിൽ പിന്നെ ഒരു ഗ്രൂപ്പേ ഉള്ളൂ, ദൈവസഭ. അത് സകല ജാതിയിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ഗോത്രത്തിൽ നിന്നുമല്ല വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം, അത് ദൈവസഭ. അല്ലാത്തതും യഹൂദനൊഴികെ ബാക്കി മുഴുവൻ ജാതിയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവരിൽ സിംഹഭാഗം ആൾക്കാരും ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് ഈ മാർഗത്തിൽ വന്നവരാ, അങ്ങനെ രക്ഷിക്കപ്പെട്ട് വന്നവരാ. പക്ഷെ ഇവര് നല്ല നല്ല എന്തുവാ പറയുന്നത്, നല്ല തീഷ്ണതയുള്ള കൃപയുള്ള പ്രത്യാശയുള്ള ദൈവകുഞ്ഞുങ്ങളായിരുന്നു വന്ന ആ സമയത്ത്. നല്ല, ഞാൻ എപ്പോഴും പറയുന്ന പണം ആ കോവൂര് ഇങ്ങളച്ചമ്മ പറയാൻ പോലെ തടിപ്പുറത്തെ വെടി പോലായിരുന്നു ഇവര് വന്ന സമയത്ത്. എടുത്തിട്ടാൽ നിങ്ങളെ ശ്രദ്ധിച്ച് ഈ പൂച്ചയെ പിടിച്ച് കറക്കി എങ്ങനെ മേളിട്ടെറിഞ്ഞാലും വന്ന് നിൽക്കുമ്പോൾ അതാ നിങ്ങൾ ശ്രദ്ധിച്ച്, പൂച്ചയെ പിടിച്ച് കറക്കി എങ്ങനെ അങ്ങോട്ടിട്ടാലും വന്ന് നിൽക്കുമ്പോൾ 4 കാലിൽ. വിശ്വാസികളും അങ്ങനെയൊക്കെ തന്നെ. നീ ആര് കറക്കി എറിഞ്ഞാലും നീ ആരാധനയ്ക്ക് വന്ന് നല്ല വെടി പോലെ നിന്നോ. രോഗം കാണും, ഷുഗർ കൂടി കാണും, പ്രഷർ കാണും, എല്ലാം ഉള്ളതായി. കാരണം ഈ ശരീരം ഉള്ളിടത്തോളം കാലം ഇതെല്ലാം ഉണ്ട്. എനിക്ക് പ്രഷർ മാറണമെങ്കിൽ ശ്വാസം പോകണം. പ്രഷറൊക്കെ ഉള്ളത് കൊണ്ടല്ലേ ജീവനോട് ഇരിക്കുന്നേ. പിന്നെ ചിലപ്പം കൂടുകയോ കുറയോ അതൊക്കെ ഇതിനകത്തുള്ളതാ. ഷുഗർ ഇല്ലെങ്കിലും കുഴപ്പമാ, കൂടിയാലും അതിൻ്റെ പരുവത്തിന് പോകണം. ഇതെല്ലാം ആവശ്യമല്ലേ. പണ്ട് ഞങ്ങളുടെ വെളിയനാട്ടെ കൊച്ചായിൻ്റെ ഇവിടെ ഞാനും ഉണ്ട്, റയ്യനും ഉണ്ട്. ഞങ്ങളെല്ലാം കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം മെഴുക്ക് പുരട്ടി ഉണ്ടായപ്പം അല്പം കരിഞ്ഞു, അടിയിൽ പിടിച്ചതാ. കരിഞ്ഞുടനെ എനിക്കും തന്നു, അദ്ദേഹത്തിനും കൊടുത്ത്, കൊച്ചായനും കൊടുത്തു. കൊച്ചാൻ എടി രായ്മ ഇത് കരിഞ്ഞല്ലോ. പിന്നെ പുള്ളിക്കാരിട്ട് ഇടാവില്ല, ഇച്ചിരി കരിയൊക്കെ ആവശ്യമാണ്. കാർബണേ മനുഷ്യ ശരീരത്തിന് ഇച്ചിരി കരിയൊക്കെ. പുള്ളിയുടെ ഡയലോഗാ, രായമോ
നീ ഒരു 10 ചിരട്ട കത്തിച്ച് തല്ലി പൊടിച്ചിട്ട് തേങ്ങാപ്പീരയും കൂടെ തിരുമ്മി അതിലോട്ടിട്ട് എനിക്ക് കരി ആവശ്യമാണല്ലോ. ഇങ്ങനെ കരിച്ചു തരണ്ട, എനിക്ക് കരി ആവശ്യമായതുകൊണ്ട് ഒരു 10 തേങ്ങയുടെ ചിരട്ട തല്ലി പൊട്ടിച്ച് കത്തിച്ച് തേങ്ങാപ്പീരയും കൂടെ തിരുമ്മി ഇട്ട് ചിക്കി ഇങ്ങോട്ട് എനിക്ക് കരി ആവശ്യമല്ലേ 60 കഴിഞ്ഞപ്പം. പുള്ളി അങ്ങനെയൊക്കെ പറയും. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ ശരീരത്തിൽ ഇതൊക്കെ കാണും. നമുക്ക് പ്രശ്നങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, കടഭാരമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഞെരുക്കങ്ങളുണ്ട്. ആരോടും പറയാൻ പറ്റാത്ത തിങ്ങി വിങ്ങുന്ന വിഷയമായിട്ടാണ് നീ വന്നിരിക്കുന്നത്. പക്ഷെ ആരാധനയ്ക്ക് വന്നാൽ നല്ല പയറ് പോലെ നിന്നോണം. ഒരു ഗ്ലോറി അങ്ങോട്ട് പറയുമ്പോൾ അന്തരീക്ഷം മാറണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഇന്നത്തെ പോലെ എനിക്ക് ആ ദൈവദാസിയോട് വലിയ ബഹുമാനം. ഞാൻ ആ സമയം കിട്ടുമ്പോഴെല്ലാം കുഞ്ഞോളച്ചമ്മണ്ടൊക്കെ പോവായിരുന്നു. വാവച്ചാനും ഉള്ള സമയത്ത് പോയി ഒത്തിരി കാര്യം കേട്ട് പഠിക്കും. മേരി കോവൂര്, അതാ കുഞ്ഞോളച്ചമ്മ കാവുംഭാഗത്ത് കോവൂര്, എന്നെയും വലിയ കാര്യമായിരുന്നു. അപ്പം ഞാൻ പോയിരുന്നു. കൊച്ചമ്മ അന്ന് ഈ സ്ട്രോക്ക് വന്ന് പിന്നെ യാത്ര ചെയ്യാൻ പറ്റാതെ കൊച്ചമ്മ വീട്ടിൽ തന്നെ. അപ്പം ഞാൻ ഇടയ്ക്ക് പോയിരുന്ന് ഒത്തിരി കാര്യങ്ങൾ കേൾക്കും. ഒരു സാക്ഷ്യം പറയാം. ഞങ്ങളിങ്ങനെ സംസാരിച്ചും എന്നോട് പറഞ്ഞ് ഞാൻ സുവിശേഷ വിലയ്ക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ മാവി കുന്നംകുളത്തുണ്ട്. അപ്പോൾ അവിടെ പോയി. അപ്പോൾ ഒരു പരസ്യോഗത്തിന് എല്ലാവരും പോകണം. പുള്ളിക്കാരിക്ക് അന്ന് BA പഠിച്ചേച്ച് അങ്ങോട്ട് വന്നതേ ഉള്ളൂ. പരസ്യോഗത്തിന് പോകണം. അന്ന് ഏറ്റവും ചെറുപ്പം ഞാനാണ്. കുഞ്ഞോളച്ചമ്മയാന്ന് യൗവനക്കാരിയാണ്. BA കഴിഞ്ഞേച്ച്. അപ്പം മാവീടിനൊക്കെ ചെന്നതാണ്. അവർ പറഞ്ഞ പരസ്യത്തിന് പോവുക, എല്ലാവരുടെ പരസ്യത്തിനില്ലെങ്കിൽ. അപ്പം ഈ തമ്പേർ അടിക്കാൻ ഒരാൾ വരാമെന്ന് പറഞ്ഞു. അന്നൊക്കെ തമ്പാറാണെന്നല്ലോ. അതൊക്കെ അടുത്തേ കെട്ടി തൂക്കിയിട്ട് തമ്പേർ അടിച്ചുകൊണ്ട് സമയമായപ്പം ആ തമ്പേർ അടിക്കേണ്ട ആൾ വന്നില്ല. അപ്പം മാവി ചോദിച്ചു, കുഞ്ഞോളെ തമ്പേർ അടിക്കാൻ ആൾ വന്നില്ലല്ലോ. വേറെ 1-2 സഹോദരിമാരോട് ചോദിച്ചു, എങ്ങനെ? അവർ പറഞ്ഞു, അറിയത്തില്ല, ആർക്കും അറിയത്തില്ല, തന്നെ എല്ലാം റോഡിൽ കൂടെ പോകണം, തമ്പേർ അടിച്ചു. അപ്പം ഈ മാവി ഭാരതോട് ചോദിച്ചു, കുഞ്ഞോളെ തമ്പേർ അടിക്കാൻ ആളില്ല. അപ്പോൾ കോവൂരെ കുഞ്ഞോളച്ചൻ പറഞ്ഞു, അയ്യോ ഞാൻ അടിക്കാം. അപ്പോൾ കുഞ്ഞോളച്ചമ്മ ഈ തമ്പാർ കഴുത്തെ കെട്ടി തൂക്കി. അന്നത്തെ BA-കാരിയാന്ന് ഓർക്കണം. 65 കൊല്ലം മുമ്പത്തെ കാര്യമാണ്. സാധാരണ ഒരു വീട്ടിലെ അല്ല, കോവൂരെയാ വിവാഹം കഴിച്ച് കൊണ്ടുവന്നത്. കോവൂര്. പിന്നെ കുഞ്ഞാളച്ചമ്മയ്ക്ക് ഒരു പ്രത്യേകത, വിവാഹം കഴിച്ച് കോവൂര് വന്നപ്പോൾ പിന്നെ കോവൂരെന്നായിടുന്നത്. അതാ നല്ല സ്ത്രീകളുടെ ലക്ഷണം. ചെറുകോലിൽ നിന്ന് വിവാഹം കഴിച്ച് കോവൂര് വന്നപ്പം മരണം വരെയും ഇപ്പോഴും അങ്ങനല്ല, മേരി കോവൂര്, അല്ലാതെ മേരി ചെറുകോൽ അങ്ങനല്ല. ചെറുകോലില്ല കൊച്ചമ്മയുടെ വീട്. മനസ്സിലായി കാണുമായിരിക്കും. അവര് അന്തസ്സുള്ള സ്ത്രീയാ മേരി കോവൂര്. ഇത്ര ബഹുമാനിക്കപ്പെട്ടൊരു സ്ത്രീ, ഇത്ര ആഠ്യത്വമുള്ളൊരു സ്ത്രീ. സുവിശേഷ വേല ആത്മീക ലോകത്ത് വിശേഷിച്ച് കേരളക്കരയിൽ മലയാളി പെന്തിക്കോസുകാരുടെ ഇടയിൽ അതുപോലെ തീപ്പൊരി പ്രസംഗം നടത്തിയ ഒരു സ്ത്രീ ഇല്ല. ഒത്തിരി കാര്യം കുഞ്ഞോളമ്മ കൊച്ചമ്മയെ പറ്റി പറയാനുണ്ട്. നിങ്ങൾ ചോദിക്കും, സഭായത്തിന് ഇന്നത്തെ സബ്ജക്റ്റ് കുഞ്ഞോളച്ചമ്മയാ, അതുകൊണ്ട് ഞാനങ്ങ് അടങ്ങുക. അപ്പോൾ ഒരു കാര്യം പറയാം. അപ്പോൾ ഈ മാവി ചോദിച്ചു, കുഞ്ഞോളെ തമ്പേർ അടിക്കാൻ ആളില്ല. അയ്യോ ഇങ്ങോട്ട് താ, ഞാൻ അടിക്കാന്ന്. അന്നത്തെ BA-കാരി, 65-70 കൊല്ലം മുമ്പാ, യൗവനക്കാരി, കാണാനും ചന്തമുണ്ട്. അന്നേരം തന്നെ കഴുത്തലോട്ട് തമ്പേർ കെട്ടിയിട്ട് അവിടെ മുതൽ തമ്പേർ അടിച്ചു. എന്നോട് പറഞ്ഞ് ഒരു 10-13 കിലോമീറ്റർ ഞങ്ങൾ നടന്ന് പരിചയം നടത്തിയെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛമ്മേ റോഡിൽ കൂടെ പോകുമ്പോ ഇങ്ങനെ തമ്പേർ അടിച്ചു, ഒരു യൗവനക്കാരി തമ്പേർ അടിച്ച് നടക്കുന്നില്ലേ? ഓ എനിക്കതൊന്നും വിഷയമല്ല. ഞാൻ ചോദിച്ചാൽ അതന്നെ കൊച്ചമ്മയെ ഇത് പ്രചോദനം നൽകിയ കടക്ക. എന്നോട് പറയാ, അയ്യോ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി രക്തം ഊറ്റി തന്ന്, എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ യേശു എനിക്ക് വേണ്ടി ജീവനെ തന്നത് ഓർത്താൽ എനിക്കൊരു റോഡും ആളും ഒന്നും വിഷയമല്ലെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു ക്രിസ്തുവിനെ പറ്റി സ്നേഹം വർദ്ധിച്ചാൽ നിനക്ക് റോഡും ആളും ബന്ധുക്കാരും ചാർച്ചക്കാരും ഒന്നും വിഷയമല്ല. കർത്താവ് നിനക്ക് വേണ്ടി രക്തം ചിന്തി, അവിടുത്തെ തിരുശരീരം നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ടു.
അവിടുത്തെ ജീവൻ നമുക്കായി തന്നു. അത് ഓർത്ത് കഴിഞ്ഞാൽ ചിന്തിച്ചാൽ കുടുംബക്കാരും വിഷയമല്ല, മാതാപിതാക്കളും വിഷയമല്ല, ഭാര്യയും വിഷയമല്ല, ഭർത്താവും വിഷയമല്ല, പിള്ളേരും വിഷയമല്ല, കുടുംബമഹിമയും വിഷയമല്ല, നിന്റെ പൊസിഷനും വിഷയമല്ല, ഒന്നും വിഷയമല്ല. നമ്മുടെ വിഷയം ക്രിസ്തുവേശുവാ. ആമേൻ. ഈ സ്നേഹം അകത്ത് കയറണം. ഓറി ഹല്ലേലൂയ. അകത്ത് കയറിയാ ഒന്നും വിഷയമല്ലല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ തെസലോനിക്ക വിശ്വാസികൾ നല്ല തീഷ്ണതയാ വന്ന സമയത്ത്. ഇവരുടെ ഒരു വിശേഷത, ഒന്ന് രണ്ട് കാര്യം പറയാം. ഇവരെങ്ങനാ നേരത്തെ നടന്നെന്നുള്ളതാണ്. ഒന്ന്, ഇവരെല്ലാവർക്കും ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമായിരുന്നു. ആരംഭ സമയത്ത് നല്ല വിശ്വാസികളായിരുന്നു. ആര്? തെസലോനിക്കയിലുള്ള വിശ്വാസികൾ നല്ല വിശ്വാസം. കാരണം ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ച്. 1:8. നിങ്ങളുടെ അടുക്കൽ നിന്നും കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മെക്കദോനിയയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്കും ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അപ്പൊ ഒന്ന്, ഇവരെങ്ങനെയാ നേരത്തെ നടന്നത്? ഈ മാർഗത്തിൽ വന്നപ്പോൾ ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. ഈ പെന്തിക്കോസ് ഇത്രയും അറിയപ്പെടാൻ കാരണം മാധ്യമം കൊണ്ടൊന്നുമല്ല, അത് ഒരു ഭാഗമാണ്. പത്രക്കാരുള്ളത് കൊണ്ടല്ല, അത് ഒരു ഭാഗമാണ്. സ്തോത്രം. ഭയങ്കര പ്രസംഗകര്, ഭയങ്കര പ്രസംഗമാണ്, അതുകൊണ്ടൊന്നും അല്ല. അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. ആരംഭകാലത്ത് പെന്തിക്കോസ് അനേകരെ അറിയാൻ കാരണം വിശ്വാസം വിശ്വപ്രസിദ്ധമായിരുന്നു. മരുന്നെടുക്കുകയല്ലായിരുന്നല്ലോ ആരംഭ സമയത്ത് പെന്തിക്കോസുകാർ. ഇപ്പൊ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ സഭയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ് അല്ലേ, ഷടിച്ച് തിരുവല്ലയിൽ ഒരെണ്ണം കൂടെ വന്നാലും കുഴപ്പമില്ലെന്നുള്ള ചിന്താഗതിയാ പലർക്കും. ഇപ്പൊ 2 ഓൾറെഡി ഉണ്ട്, പുഷ്പഗിരി ഒന്നുകൂടെ വന്നാലും. ആരംഭകാലത്ത് മരുന്നെടുക്കുകയല്ല, പ്രാർത്ഥിച്ച് സൗഖ്യമാണ്. ആണെന്ന് പാമ്പ് കടിച്ചവ മരുന്നെടുക്കുകയല്ല, പ്രാർത്ഥിച്ച് സൗഖ്യമായവരുണ്ട്. ഉണ്ടെന്ന് പേപ്പട്ടി കടിച്ചിട്ടുണ്ട്, മരുന്നെടുത്തിട്ടില്ല, സൗഖ്യമായിട്ടുണ്ട്. പട്ടിയത്ത് പോയി. സ്തോത്രം. മഞ്ഞപ്പിത്തം വന്ന് കൂടി. അന്നൊക്കെ അന്നത്തെ രോഗങ്ങളതാ, അന്ന് കോവിഡ് ഇല്ല. മഞ്ഞപ്പിത്തം മരുന്നൊന്നും എടുത്തിട്ടില്ല, സൗഖ്യമായി. പണ്ടൊക്കെ ക്യാൻസറിന് കവിളുവാർപ്പെന്നാ പറയുന്നത്. കവിളുവാർപ്പ് അങ്ങനെ കേട്ടില്ലേ? ജോർജാൻ കേട്ടില്ലേ കവിളുവാർപ്പ്? അമ്മ കേട്ടിട്ടുണ്ടോ? അമ്മ ഉറങ്ങാമെന്ന്. അതാ കേട്ടാ മതി. സ്തോത്രം. ആർക്കും വരാതിരിക്കട്ടെ. കവിളുവാർപ്പെന്നാ ക്യാൻസറിന്റെ ഒരു ഇതാ. മരുന്നെടുക്കുകയല്ലായിരുന്നു പെന്തിക്കോസുകാർ. അവരെ എല്ലാം യേശു സൗഖ്യമാക്കി. ഇതൊന്നും പൊട്ടന്മാർക്ക് മനസ്സിലാകുകയല്ല. പിന്നെ മരുന്നെടുക്കാം. പൊട്ടാ, നിന്നോട് ഇത് പറഞ്ഞിട്ട് സ്തോത്രം. 8 പൊട്ടും അറിയാത്തതിനൊക്കെ തന്നെ ഇത്. അതാ പെന്തിക്കോസ്. ഇപ്പോഴും എത്രയോ ദൈവകുഞ്ഞുങ്ങൾ മരുന്നെടുക്കാനും നിൽക്കുന്നു, രോഗശാന്തിക്ക് വേണ്ടി നിൽക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസവും പെയ്ത്തോമിൽ ചെന്നു. ഇവിടെ അപ്പറ തിരുവല്ലയിൽ സെൻട്രൽ പെയ്ത്തോമിൽ അച്ചായനെ കാണാൻ പോയി. എന്നെയും കാര്യമാണ്. ഞങ്ങൾ അല്പസമയം, എൻ്റെ കൂടെ മനുപാസ്റ്റായിരുന്നു തോന്നുന്നു. അല്പസമയങ്ങൾ അവിടെ ഇരുന്നു, ക്ഷേമങ്ങൾ അറിഞ്ഞു. ഇവിടുത്തെ യോഗത്തെ പറ്റി അദ്ദേഹം അറിയാം, എന്നോട് പറഞ്ഞ് കാണുന്നുണ്ട്. സ്നാന ശുശ്രൂഷയൊക്കെ ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞു. അവിടുത്തെ രീതി അറിയാമല്ലോ, വളരെ മാന്യമായിട്ട്. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് അത് പറയരുതാണ്, അവർക്ക് ഇഷ്ടമല്ലത് പറയുന്ന ഒരു സ്വോത്ര കാഴ്ചയും തന്നു. വായിച്ചു സെൻട്രൽ പാസ്റ്റേ പറഞ്ഞാൽ അവർ ഇപ്പം ഇഷ്ടമല്ല, അവർക്കതൊന്നും ഇഷ്ടമല്ല അങ്ങനെ പറയുന്നത്. ഞാൻ സന്ദർഭം വന്നുകൊണ്ടൊന്ന് സൂചിപ്പിച്ചതാണ്. അപ്പം കാലിന് പുള്ളിക്ക് ഇച്ചിരി ക്ഷീണമാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കാണാൻ പോയതാണ്. കാലുമൊക്കെ കാണിച്ചു. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം 4 വയസ്സുള്ളപ്പം ഈ പെയ്ത്തോമി കൊണ്ടാക്കിയതാണ്. അപ്പച്ചനും അമ്മച്ചിയും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി.
അദ്ദേഹത്തിൻ്റെ 4 വയസ്സ് എന്നൊക്കെ കുടുംബസ്ഥരിറങ്ങും. കുടുംബസ്ഥരിറങ്ങിയാലും പല സ്ഥലത്തോട്ട് അവരെ മാറ്റും. ചേട്ടനെ ഒരു സ്ഥലത്തോട്ട് മാറ്റി, പെങ്ങളെ ഒരു സ്ഥലത്തോട്ട്, അപ്പനും അമ്മയും 2 സ്ഥലത്ത്. ഈ ബാവുച്ചായനെ ഈ പെയ്ത്തോമി 4 വയസ്സിൽ കൊണ്ടുവന്നു. 4 വയസ്സ്. ഇപ്പം പുള്ളിക്ക് 71 വയസ്സുണ്ട്. അപ്പം എത്ര കൊല്ലമായി പെയ്ത്തോമിലായിട്ട്? അത് കഴിഞ്ഞ് പെയ്ത്തോമിൽ നിന്നാ പഠിച്ചത്. അങ്ങനെ പഠിച്ച് ആദ്യം ശുശ്രൂഷയ്ക്ക് ഈ പെയ്ത്തോമിൽ ദൈവമാക്കി. പിന്നെ അനേക ഇടങ്ങളിൽ പോയി ശുശ്രൂഷിച്ചു. ഇപ്പം സെൻട്രൽ പാസ്റ്ററായിട്ടും ഈ പെയ്ത്തോമിൽ തന്നെ വന്നു. ഇന്ന് വരെ വിക്സ് പോലും എടുത്തിട്ടില്ല. ഇത് വല്ലതും പൊട്ടന്മാരോട് പറഞ്ഞ ബാബുചാനെ ഇവിടുത്തെ സെൻട്രൽ പാസ്റ്റർ ഒരു മരുന്നും എടുത്തിട്ടില്ല. അങ്ങനെ എത്രയോ പേര്. പിന്നെ അവർക്ക് പരസ്യവും ഒന്നും ഇഷ്ടമല്ല. നമ്മളന്ന് പറയും മരുന്നെടുക്കാത്ത ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ ഉടനെ പുള്ളിയെ ഇൻ്റർവ്യൂ. അപ്പച്ചൻ എത്ര കാലം കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടൊന്നും ചെന്നാക്കരുത്. അവർ കർത്താവിൽ മറഞ്ഞിരിക്കുക. അവർക്കത് മതി, പേരുമൊന്നും വേണ്ട. അപ്പം അങ്ങനെ അനേക വിശുദ്ധന്മാർ ഇന്നും രോഗശാന്തിക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ നിന്നെ സൗഖ്യമാക്കുന്ന യേശുവുണ്ട്, നിന്നെ സുഖപ്പെടുത്തുന്ന യേശുവുണ്ട്. അവിടുത്തെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ തെസ്സലോനിക്കയിലെ വിശ്വാസികളുടെ വിശേഷത ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. അങ്ങനെ ഇവർ നടന്നേ ആരംഭ സമയത്ത്. ഒടുവിൽ എന്നുള്ള പണമാണ്. ഒടുവിൽ നിങ്ങൾ എങ്ങനെ നടക്കണം? ഒന്ന്, വിശ്വാസത്തിൽ നടന്നോണം. ഇത് യാതൊരു വിശ്വാസവും ഇല്ല, പ്രത്യാശയില്ല. എന്തുകൊണ്ട് കൊച്ചമ്മ വിശ്വാസം? ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ തട്ടി മുട്ടിയൊക്കെ വേറെ തള്ളി നടന്നു. വല്ലച്ചാതി അങ്ങ് ചെന്ന മതിയെന്ന്. വല്ലച്ചാതി അങ്ങ് എവിടെ? വല്ലച്ചാതി വരുന്നവരെവരും കൊണ്ടുവന്ന തലമല്ലത്. അതിലെല്ലാം വല്ലച്ചാതി നടന്നേച്ച് സമയാകുമ്പോൾ മേരി വാടി എന്നും പറഞ്ഞ് കൊണ്ടുപോകുന്ന തലമൊന്നും അല്ലത്. നടക്കേണ്ടതുപോലെ നടക്കണം. വയ്യാവേലിക്കെല്ലാം വരേണ്ട തലമാണോ അത്? വിശ്വാസത്തോടെ നടന്നോണം. തമ്മിൽ വിശ്വാസമേ പറയാവൂ. എൻ്റെ കൊച്ചമ്മ വീട് പണി നടക്കുന്നില്ല. നിങ്ങളുടെ നടക്കുന്നില്ലെന്നുള്ള ഞങ്ങൾക്ക് ഇന്ന് വരെ ഒന്നുമില്ല. അങ്ങനല്ല, ദൈവം നടത്തും, ദൈവം സഹായിക്കും, ഈ പ്രശ്നം ദൈവം പരിഹരിക്കും. വിശ്വസിച്ച് സ്തോത്രം ചെയ്യുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, വിശ്വാസത്തിൽ നടക്കണം. അപ്പൊ ഇവരെങ്ങനെ നടന്നെന്ന് ചോദിച്ചാൽ, ഈ പൗലോസൊക്കെ സംസാരിച്ച വചനം കേട്ട് അങ്ങനെ നടക്കുന്നത്. ഒന്നാമത്തെ നടപ്പ് വിശ്വാസത്തിലാണ് നടക്കുന്നത്. രണ്ടാമത്തെ ഇവരുടെ ഒരു വിശേഷത, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികളായിരുന്നു. എല്ലാവർക്കും മാതൃക. 7-ാം വാക്യം വായിച്ച 1:7. അങ്ങനെ നിങ്ങൾ മക്കെദോനിയയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായി തീർന്നു. മാതൃകയായിരുന്നു. അപ്പൊ മാതൃകാ വിശ്വാസികളായിരുന്നു. അങ്ങനെ നടക്കണം. ഒന്ന്, വിശ്വാസത്തിൽ നടക്കണം. 2, മാതൃകയോടെ നടക്കണം. ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ ഒരു 3 മണിക്കൂർ അല്ല മാതൃക. തൂവെള്ള വസ്ത്രം, ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് നല്ലതാ. വൈകിട്ട് 5:30 മാതൃകയായിരിക്കണം, 7:30 മാതൃകയായിരിക്കണം. വൈകുന്നേരം രാത്രി 10:00 മാതൃകയായിരിക്കണം. ചന്തയിൽ പോയി മീൻ മേടിക്കാൻ പോകുമ്പോഴും മാതൃകയായിരിക്കണം. അല്ല, അവരെന്തായാലും പറയുമ്പോൾ ഉടനെ തന്നെ സജ്ജി മാറ്റി വെച്ചു വാടാ, എന്നാൽ ഇപ്പം തന്നെ മീൻ മേടിച്ചില്ലെന്നേ ഉള്ളൂ, 2 നിറഞ്ഞേച്ചേ. മാതൃകയായിരിക്കണം. സ്തോത്രം. അവിടെ ഞാൻ വിവരിക്കുന്നില്ല. ഈ തെസ്സലോനിക്ക വിശ്വാസികൾ 1, വിശ്വാസത്തിൽ നടക്കുന്നു. 2, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികളാണ്. 3, ഇവരെങ്ങനെ നടന്നെന്ന് ചോദിച്ചാൽ, അവരുടെ ആരംഭ സമയത്ത് വിശേഷത, ഈ ദൈവദാസന്മാർ തിരുവചനം അങ്ങോട്ട് സംസാരിക്കുമ്പോൾ ദൈവദാസന്മാർ വചനം സംസാരിക്കുന്നതും അതുകൊണ്ട്
അവര് വചനം സംസാരിക്കുന്ന നല്ല, അവിടെ ഒരു പദമുണ്ട്, ശക്തിയോടും ബഹുനിശ്ചയത്തോടും പരിശുദ്ധാത്മാവോടും കൂടെന്നാ. 5-ാം വാക്യം വായിച്ചേ. ഞങ്ങളുടെ സുവിശേഷ വചനവുമായി, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല. കുറെ വാക്യങ്ങൾ പറയല്ല. മത്തായി 8:10, 12:6, 8:9, ലൂക്കോസ് 4:7, 5:6, അങ്ങനെ കുറെ വാക്യം പറയല്ല. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, വചനമായിട്ട് മാത്രമല്ല, പിന്നെ എങ്ങനെയാ? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടാ. അങ്ങനെ ശുശ്രൂഷിക്കേണ്ടത്. ശുശ്രൂഷിക്കുമ്പോൾ ശക്തി ഉണ്ടായിരിക്കണം. അല്ലാതെ പത്രോസിന്റെ ഒന്നല്ലേ അതിന് 3:4 തൂങ്ങിച്ചത്ത പോലെ നീ നല്ല ശക്തി ഉണ്ടായിരിക്കണം. ഒറ്റ വാക്യോ പറഞ്ഞോളൂ, നല്ല പവറിൽ പറഞ്ഞോണം. ഞങ്ങളുടെ സുവിശേഷം വചനമായിട്ട് മാത്രമല്ല, ശക്തിയോടെ പറയണം. ശക്തിയോടെ പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടെ. ഈ 3 കാര്യം ഉണ്ടായിരിക്കണം. 1 ശക്തി, 2 പരിശുദ്ധാത്മാവ്, 3 ബഹുനിശ്ചയം. ബഹുനിശ്ചയം വേണേ വേറെ പുസ്തകം വായിക്കണം. മറന്നു പോകുകയാണെങ്കിൽ ജോയ്സി മാത്യു ഓർപ്പിച്ചതുപോലെ കുറിച്ച് വെച്ചേക്കണം. മറവി എല്ലാവർക്കും ഓർമ്മ കിട്ടത്തില്ല. അപ്പോൾ ആ വായിക്കുന്ന വചനം ഒന്ന് കുറിച്ച്, അത് പാപമൊന്നുമല്ല, പാപമല്ല, കുറിച്ച് വെച്ചേക്കണം. മറക്കത്തില്ലല്ലോ. അത് കുറിച്ച് വെക്കുന്നത് ഒരു ബുക്കാണ് നല്ലത്. അല്ലെ താള് പറഞ്ഞാൽ പിന്നെ ഒന്ന് അതിന്റെ പുറകെ ഓടണം. അല്ലെ പിന്നെ പണ്ടൊരാള് ഇവിടെ കരയണം. പ്രസംഗം എഴുതി വന്നപ്പം പ്രസംഗിച്ച പുള്ളി അവിടെ കരഞ്ഞു. അപ്പൊ ഈ പുള്ളി എഴുതി ഇവിടെ കരയണം. പുള്ളിക്കൊട്ട് കരച്ചിലും വരുന്നില്ല. പ്രസംഗിച്ച പുള്ളി ക്രൂശീകരണം പ്രസംഗിച്ചപ്പോൾ പുള്ളി കരഞ്ഞു. ഇത് കേട്ട പുള്ളി പോയിന്റ് എഴുതിയിട്ടപ്പം പുള്ളി പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ വേണ്ടേ, അതിനാ ഇവിടെ കരയണം. പ്രസംഗിച്ച് വന്ന കൂട്ടത്തിൽ പുള്ളി അതങ്ങ് വായിച്ചു, ഇവിടെ കരയണം. അതേത് വാക്യമാ? അപ്പം മറവിയുള്ളവരൊന്നും കുറിച്ച് വെക്കുന്നത് നല്ലതാണ്. അപ്പൊ ഞങ്ങളുടെ സുവിശേഷം വചനമായിട്ട് മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ നിങ്ങളുടെ അടുക്കൽ വന്നു. അപ്പൊ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ഉപദേശിമാർ, ശുശ്രൂഷകന്മാർ പ്രസംഗിച്ചപ്പോൾ, പഠിപ്പിച്ചപ്പോൾ, വചനം അറിയിച്ചപ്പോൾ തെസലോനിക്ക വിശ്വാസികൾ എങ്ങനെയാ കേട്ടത്? 6-ാം വാക്യം. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. മതി. ഇവർക്ക് ഒത്തിരി കഷ്ടങ്ങളുണ്ട് തെസലോനിക്കർക്ക്. അത് ഞാൻ പിന്നീട് പറയാം. അനവധി കഷ്ടങ്ങളിൽ കൂടിയായി ഇവർ പോകുന്നത്. ബഹുകഷ്ടം, ഒരു കഷ്ടമല്ല, പിന്നെയോ ബഹുകഷ്ടം. ഒത്തിരി കഷ്ടങ്ങളിൽ കൂടെ ഇവർ പോകുന്നത്. അത് ശാരീരികമാകാം, മാനസികമാകാം, കുടുംബപരമാകാം, സാമൂഹികപരമാകാം, ചുറ്റുപാടിനാകാം. ഏത് വിധത്തിലും കഷ്ടങ്ങൾ ഒന്നല്ല, ബഹുകഷ്ടമാണ്. പക്ഷെ ബഹുകഷ്ടം സഹിക്കുന്നവരാണെങ്കിൽ ഇവര് ദൈവസന്നിധി വന്നു കഴിയുമ്പോൾ ഉപദേശിമാർ ശക്തിയോടും പരിശുദ്ധാത്മാവോടും തിരുവചനം സംസാരിക്കുമ്പോൾ ഉഴപ്പി അടിച്ചല്ല കേൾക്കുന്നത്. അവർ കേൾക്കുന്നതിനെ പറ്റി പറയാ, സന്തോഷത്തോടെ തിരുവചനം കൈക്കൊണ്ടു. അതാ ഇവരുടെ നടപ്പ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൂര സ്ഥലങ്ങളിൽ വീടുകളിൽ നിന്ന് കേൾക്കുന്ന പ്രിയരെ, എനിക്ക് നിങ്ങൾക്കുമെല്ലാം പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട്, കഷ്ടങ്ങൾ ഒത്തിരിയുണ്ട്, പ്രതികൂലങ്ങളിൽ കൂടെ പോകുന്നത്. പക്ഷേ ദൈവത്തിന്റെ വചനം കേൾക്കേണ്ടത് സന്തോഷത്തോടെ കേട്ടോണം. പ്രൈസ് ദി ലോർഡ്. ഒടുവിൽ ഇങ്ങനെയൊക്കെ ആയിക്കോണം. ബാക്കി നമുക്ക് പിന്നീട് എന്നെങ്കിലും ചിന്തിക്കാം.